ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വല്ലാത്തൊരാഗ്രഹം, പൊതിച്ചോറൊക്കെ കെട്ടി ഒരു വൺ ഡേ ട്രിപ്പ് പോകണമെന്ന്. അപ്പം അത് വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതം. പൊതിച്ചോറെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പൊതിച്ചോറാണ്. ഒരു മീൻ വറുത്തതും ഒരു മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് ചമ്മന്തി, വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്നുള്ള തട്ടിക്കൂട്ടായതുകൊണ്ട് ഇതിൽ ഞങ്ങളങ്ങ് അഡ്ജസ്റ്റായി. അങ്ങനെ വേഗം തന്നെ പൊതിച്ചോറൊക്കെ കെട്ടി ഞങ്ങൾ വേഗം റെഡിയായി. അപ്പോൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചപ്പം മലയാറ്റൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പോയ വഴിക്ക് ഒരു ബസ്സിൻ്റെ മോഡലൊരു ഹോട്ടൽ കണ്ടു. അപ്പോൾ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്താണ് കാലടിയൊക്കെ എത്തി. അപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ബസ്സിൻ്റെ മോഡൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ അതിൻ്റെ പുറകിലായിട്ട് ഇരിക്കാൻ വേറെ ചെയറും ടേബിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിനകത്തായിരിക്കുമെന്ന് വിചാരിച്ചാണ് അത് കയറിയത്. റയാൻ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ബസ്സിനകത്ത് കയറിയിരുന്ന് ജ്യൂസ് കുടിക്കാമെന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് കയറിയത്. പക്ഷേ ഇവിടെ വേറെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. ബസ്സിനകത്ത് അവർ കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഷാർജ ഷേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനൊരു കട്ടൻ ചായയും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊണ്ടുവരുന്നത് നോക്കി. എൻ്റെ ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞാലും അവരത് പറ്റത്തില്ലെന്ന് പറയത്തില്ല. രണ്ടുപേരും ഹസ്ബൻഡാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. ഇങ്ങനൊരു ടൂറിൻ്റെ കാര്യം പറഞ്ഞ ഉടനെ അവരും പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായി. ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തതാണ്. തലേദിവസം ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി റെഡിയാക്കാമായിരുന്നു. പക്ഷേ രാവിലെ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഇറങ്ങി. കൂട്ടത്തിൽ അമ്മച്ചിക്കാണ് കുറച്ച് മടി. എന്നാലും അമ്മച്ചി പറഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കത്തൊന്നുമില്ല. വരാൻ പറ്റുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ വരും. അല്ലാതെ ദൂരെയൊക്കെ ആണെങ്കിൽ അമ്മച്ചി പറയും ഞാനില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. അങ്ങനെ നമ്മുടെ ഷാർജ ഷേക്ക് വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 100 രൂപയാണ് ഒരു ഷാർജ ഷേക്കിന്. എന്നാലും നല്ല ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെയും യാത്രയായി. നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയപ്പോൾ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ ചെന്ന് കുറച്ച് ഗെയിമൊക്കെ പിടിച്ച് കുറേ മഴയൊക്കെ ആയിപ്പോയി. കുറേ നേരം ഞങ്ങൾ കാറിനകത്ത് തന്നെ ഇരുന്നു. പിന്നെ അതിൻ്റെ മല കയറുന്നതിന് താഴത്തായിട്ട് അടിവാരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് കുറേ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഇരിക്കാനൊക്കെ. നല്ല തണുപ്പാണ് അവിടെ. ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് പൊതിച്ചോറൊക്കെ അഴിച്ച്. ഇപ്പോൾ ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറൊക്കെ അഴിച്ച് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. നല്ല ഒരു മണമായിരുന്നു അത് തുറന്നപ്പോൾ തന്നെ. അവിടെ ചുറ്റും ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ വിശപ്പിൻ്റെ വിളി കാരണം അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ നല്ലതായിട്ട് ഫുഡൊക്കെ കഴിച്ച്. റയാന് വേണ്ടി ഞാനൊരു ചെറിയ പൊതി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴത്ത് കോളിഫ്ലവർ ബജ്ജി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ച് ചോറിനകത്ത് ഇട്ട് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്ത് നല്ല സ്വസ്ഥമായിട്ട് ഞങ്ങളവിടെ കവറൊക്കെ വിരിച്ച് ഇരുന്ന്. മഴ പെയ്തുകൊണ്ട് അവിടെയൊക്കെ വെള്ളമായിരുന്നു. എന്നാലും അതൊക്കെ വിരിച്ച് നന്നായിട്ടിരുന്ന്. ഇനിയും അവസാനം ഞാനും കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. നിങ്ങളും പറ്റുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല രസമാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോയി പൊതിച്ചോറൊക്കെ വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയി ഇരുന്ന് കഴിക്കുന്ന നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ഫ്രണ്ട്സ്.